കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 3 അധ്യായം 6 വാക്യം. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവം 2 കാലങ്ങളിൽ നൽകിയ 2 നിയമങ്ങളെ താരതമ്യം ചെയ്യുകയും അതിൽ പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠതയെ എടുത്തു പറയുകയും ചെയ്യുകയാണ് ഈ ഭാഗത്ത്. പഴയ നിയമം മോശമെന്നല്ല, ആ കാലത്തിലേക്കുള്ളതും പുതിയ നിയമം നൽകുന്നതുവരെ മാത്രം ഉപയോഗിക്കേണ്ടതും ആയിരുന്നു. രണ്ടും ദൈവം തന്നെയാണ് നൽകിയത്. എന്നാൽ അതിൽ ദൈവം തന്നെ വച്ചിരുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്, പ്രത്യേകതകളുമുണ്ട്. പഴയ നിയമം ദൂതന്മാർ മുഖാന്തരം മോശയുടെ കയ്യിൽ ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമായി നൽകിയതാണ്. പുതിയ നിയമം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം സകല മനുഷ്യർക്കായും നൽകിയതാണ്. പഴയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രവർത്തിച്ച് നേടുക എന്നതാണെങ്കിൽ, പുതിയ നിയമം വിശ്വസിച്ച് പ്രാപിക്കുകയും അതിനുശേഷം വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ളവരെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ ആകുവാൻ ദൈവം പ്രാപ്തരാക്കി. പുതിയ നിയമസഭ മുഴുവൻ ശുശ്രൂഷകർ കൂടെയാണ്. നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗം എന്ന് അപ്പോസ്തലൻ എഴുതുന്നത് ആയതിനാലാണ്. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ അധ്യക്ഷന്മാരുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ അവിധത്തിൽ നേതൃത്വം നൽകുന്നവരാണ്. പഴയ നിയമം 10 കൽപ്പനകളിൽ എഴുതി നൽകിയവയും മറ്റനേക മതനിയമങ്ങളും സാമൂഹിക നിയമങ്ങളും ഒക്കെ ഉള്ളതുമാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. ആ നിയമപ്രകാരം ജീവിക്കാത്തവരെ മരണശിക്ഷ നൽകുന്നതായിരുന്നു അത്. മനുഷ്യന് തൻ്റെ ബലഹീനത നിമിത്തം അതിനെ അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നൽകപ്പെട്ടതും ആത്മാവിൻ്റെ സഹായത്താൽ അനുസരിക്കാൻ കഴിയുന്നതുമാകയാൽ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ഈ ആത്മാവിൻ്റെ ശുശ്രൂഷയാൽ ജീവനിൽ വളരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.